എല്ലാവർക്കും കുക്ക് വിത്ത് റുമാനയിലേക്ക് സ്വാഗതം. എല്ലാവരും വീഡിയോ കാണുന്നുണ്ട്, വളരെ സന്തോഷം. അതുപോലെ നിങ്ങളുടെ ഫാമിലിക്കും റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തി ഓൾ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് ഒരു മാംഗ്ലൂർ സ്പെഷ്യലായ ബൺസാണ്. ഇത് ഒരു ബനാനയും മൈദയും ചേർത്തിട്ട് ഉണ്ടാക്കുന്നതാണ്. ഞാൻ ഫിലിപ്പൈൻ ബനാന എടുത്തിട്ടാണ് ഇത് സംഭവം ഉണ്ടാക്കിയിട്ടുള്ളത്. എനിക്കതാ ഇവിടെ അവൈലബിൾ ആയത്. നിങ്ങൾ ഏത് പഴം വേണമെങ്കിലും വെച്ചിട്ട് ഇത് ഉണ്ടാക്കാം. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്സ് ആയിട്ടും ഇത് നിങ്ങൾക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഞങ്ങൾ വീഡിയോയിലേക്ക് കടക്കാം. ബൺസുക്കുള്ള മാവ് കുഴക്കുമ്പോൾ തന്നെ ഞാൻ അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളും മെജർമെൻറ്റ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആദ്യം ഞങ്ങൾ ഒരു മിക്സി ജാറാണ് എടുക്കേണ്ടത്. ഒരു പഴമാണ് ആവശ്യം. അത് ഞാൻ ഫിലിപ്പീനോ പഴമാണ് എടുത്തത്. നിങ്ങൾ നേന്ത്രപ്പഴ അല്ലാത്ത ഏത് പഴം പഴുത്തത് എടുക്കണം. നല്ല പഴുത്ത പഴമാണ് വേണ്ടത്. ഒരു പഴം കഷ്ണങ്ങളാക്കി ഇടുക. അതിലേക്ക് 3 സ്പൂൺ പഞ്ചസാര, 1 സ്പൂൺ ഉപ്പ്, 1/4 സ്പൂൺ സോഡ, 3 സ്പൂൺ തൈര്. ഞാൻ കട്ടത്തൈരാണ് എടുത്തത്. നിങ്ങളുടെ അടുത്ത് ഏതുള്ളത് അത് എടുത്താൽ മതി. അര സ്പൂൺ കുരുമുളക് ഇല്ലെങ്കിൽ 2-3 കുരുമുളക് ഇട്ടാലും മതി. അത് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. ഗ്രൈൻഡ് എടുത്ത അരപ്പ് ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ട് അതിലേക്ക് 1 സ്പൂൺ ജീരകം, 2 സ്പൂൺ നെയ്യ്, 1 കപ്പ് മൈദ ഞാനിപ്പോൾ എടുക്കുന്നുണ്ട്. കുഴച്ച ശേഷം ആവശ്യം നോക്കിയിട്ട് ആഡ് ചെയ്യുക. ഇപ്പം നന്നായി കുഴക്കുക. ഇപ്പം ഞാൻ 1 കപ്പിട്ട ശേഷം കുഴച്ച പരിവാണിത്. ഇതിപ്പോൾ പോരാ. ഇന്ന് ഞങ്ങൾ 1/2 കപ്പോലും വേണ്ടി വരും. അത് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായി കുഴക്കുക. ഇത് നന്നായി ഒരു 5 മിനിറ്റോളം കുഴക്കണം. അതിന് ശേഷം ഒരു ചപ്പാത്തിൻ്റെക്കാളൊന്ന് ലൂസാവണം. ഈ പരിവായാൽ മതി. ഇതൊരു പാത്രത്തിലിട്ടിട്ട് എന്നെ കയ്യിൽ കുറച്ച് എണ്ണ ആക്കിയിട്ട് ഒക്കെ മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിലേക്കൊരു അടുപ്പ് മൂടിയിട്ട് രാവിലേക്ക് ബ്രേക്ക്ഫാസ്റ്റിക്ക് ഇത് ഉണ്ടാക്കുകയാണെങ്കിൽ രാത്രി കുഴക്കുക. വൈകിട്ട് ചായക്ക് എടുക്കുകയാണെങ്കിൽ രാവിലെ കുഴക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു 4-5 മണിക്കൂർ അങ്ങനെ വെച്ചാൽ മതി. ഇത് അതിന് ശേഷം ഞാൻ ഇത്ര വലിയ ഉരുളാക്കിയിട്ടാണ് ഉരുട്ടിയെടുത്തത്. 1.5 കപ്പും ഒരു പഴം വെച്ച് ഉണ്ടാക്കിയതിൽ എനിക്കൊരു 6 ഇങ്ങനത്തെ ബോല കിട്ടിയത്. നിങ്ങൾക്ക് ആവശ്യമില്ലതിന് വെച്ചിട്ട് 2-3 പഴം വെച്ച് ഉണ്ടാക്കിയാൽ മതി. ഇത് ഞാനിപ്പോൾ പത്തിരി പ്രസ്സിലാണ് പ്രസ് ചെയ്യുന്നത്. അല്ല നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇല്ല പത്തിരി പ്രസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചപ്പാത്തി പോലെ ചെറിയ ആയിട്ട് എടുത്താൽ മതി. ഇത് പൂരി പോലെ തിന്നാവരുത്. ഇത്ര തിക്കിലാണ് വേണ്ടത്. എത്ര വലുതും ആക്കാം, പക്ഷേ തിക്കായിട്ട് വേണം. ഞാൻ ഇപ്പോൾ വീഡിയോയിൽ കാണിക്കുന്ന പോലെ തിക്ക് വേണം. എണ്ണ ചൂടായ ശേഷം അതിലേക്ക് ബൺസ് ഇട്ടിട്ട് ഇങ്ങനെ നല്ലോണം അതിന് മുകളിലേക്ക് എണ്ണ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. സ്പൂണിൽ ഇങ്ങനെ അതിൻ്റെ മുകളിലേക്ക് എണ്ണ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അപ്പം നിങ്ങൾക്ക് കാണാം അതിങ്ങനെ പൊന്തി വരുന്നത്. ആ ഗോൾഡൻ ബ്രൗൺ കളറാണ് അതിൻ്റെ ട്രഡീഷണൽ ആയിട്ടുള്ള ടെക്സ്ചർ. പിന്നെ തിരിച്ചിട്ടിട്ട് വീണ്ടും അങ്ങനെ തന്നെ എണ്ണ ഇങ്ങനെ തേച്ച് കൊടുത്തുകൊണ്ടേ ഇരിക്കണം. എണ്ണ നല്ല ചൂട് വേണം, പക്ഷെ അതുപോലെ കരയാൻ വിടരുത്. ചൂട് കൂടുകയാണെങ്കിൽ ഒന്ന് സ്ലോ ആക്കി കൊടുക്കുക. ഇപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം അതെങ്ങനെ നല്ല ഫ്ലഫിയായി പൊന്തി വന്നിട്ടുണ്ടെന്ന്. ഇതിൻ്റെ ഉള്ളിൽ എണ്ണ ഒന്നും ഉണ്ടാവില്ല. ഞങ്ങൾ പൂരി ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾക്ക് എണ്ണ ഉണ്ടാവില്ല. ഇത് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ഇത് നല്ല രസത്തിലുണ്ടായി വന്നിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഇതിൽ കാണാം. ഇതിൻ്റെ ഉൾഭാഗം എങ്ങനെ ഉണ്ടാവും, നല്ല വെന്തിട്ട്
നല്ല സൂപ്പറായിട്ടുണ്ടാവും. നിങ്ങൾക്ക് കാര ഇടാൻ ഇഷ്ടമില്ലാത്തവർ കാര ഇടണ്ട, കുറച്ചുകൂടി ടൈം കൂട്ടി മാവ് കുഴച്ച് വെച്ചാൽ മതി. ഇത് ഞങ്ങൾ ചമ്മന്തിൻ്റെ കൂടെ തേങ്ങ ചമ്മന്തിൻ്റെ കൂടി കഴിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ പഞ്ചസാര കൂട്ടിയാൽ മതി, അങ്ങനെ തന്നെ കഴിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.